ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് തഖ്വയുള്ള ആളുകളായി ജീവിക്കണം എന്നാദ്യമേ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞതായ ഒരു ഹദീസ് പല ആവർത്തി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന ലില്ലാഹി തിസ്അതൻ വ തിസ്ഈന ഇസ്മൻ മൻ അഹ്സാഹ, മറ്റൊരിടത്ത് മൻ ഹഫിളഹ എന്നും കാണാം. ദഖലൽ ജന്ന, തീർച്ചയായും അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് 99 നാമങ്ങളെ ഉള്ളൂ എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങളെ ആരെങ്കിലും ഇഹ്സാ നടത്തിയാൽ ദഖലൽ ജന്ന, അദ്ദേഹം സ്വർഗത്തിലെത്തും, സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ 99 നാമങ്ങളെ ഇഹ്സാ നടത്തുക എന്ന് പറഞ്ഞാൽ കേവലം അത് മനഃപ്പാഠമാക്കുക എന്നായിരുന്നുവെങ്കിൽ നമ്മൾക്ക് സ്വർഗപ്രവേശം എന്നത് വലിയ പ്രയാസമുള്ള ഒന്നാകുമായിരുന്നില്ല. 99 നാമങ്ങള് മനഃപ്പാഠമാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഈ ഇരിക്കുന്ന ആളുകൾക്കൊന്നും വലിയൊരു ഭാരമുള്ള കാര്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പറഞ്ഞതിന്റെ ഉദ്ദേശ്യം ആ 99 നാമങ്ങളെ മനഃപ്പാഠമാക്കുക എന്നല്ല എന്നതാണ്. പിന്നെ എന്താണ് ഇഹ്സാ എന്ന് ചോദിച്ചാൽ, ഇഹ്സാ എന്നത് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിലൊന്ന് അത് മനഃപ്പാഠമാക്കാൻ സാധിക്കുക എന്നതാണ്. മറ്റൊന്ന് അതിനെക്കുറിച്ച് തദബ്ബുർ നടത്തുക എന്നതാണ്. തദബ്ബുറും തഅഖുലും നടത്തുക എന്നതാണ്. അത് കേവല മനഃപ്പാഠമല്ല, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒന്നാണത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പടച്ചോൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തുന്നത് കാണാൻ സാധിക്കും. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ എന്ന്. അവര് ഖുർആനിനെ കുറിച്ച് തദബ്ബുർ നടത്തുന്നില്ലേ, അതല്ല അവരുടെ കൽബുകൾക്ക് കുഫിലിട്ടിരിക്കുകയാണോ, പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് പടച്ചോൻ ചോദിക്കുന്നുണ്ട്. അത് മനഃപ്പാഠമാക്കലല്ല, നേരെ മറിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കലാണ് എന്നതാണ്. അതിന്റെ ആശയത്തെ കുറിച്ച് അറിയുക എന്നതാണ്. ഇഹ്സാ എന്നതിന്റെ പരിധിയിൽ വരുന്ന മറ്റൊന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചല്ലോ, വൽ അഖലു ബിമുഖ്തദാ ദാലിക, വൽ അമലു ബിമുഖ്തദാ ദാലിക, അതിന്റെ തേട്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ മാറ്റുക എന്നതും കൂടെ ഉൾപ്പെട്ടതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന രൂപത്തിൽ അതിനെ മനസ്സിലാക്കുമ്പോഴാണ് അതിനെ നമ്മൾ ഇഹ്സാ നടത്തി എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ 99 നാമങ്ങളെ ഇഹ്സാ നടത്തുക എന്ന് പറഞ്ഞാൽ അത് കേവലം പഠിച്ചു വെക്കലല്ല, നമ്മുടെ ജീവിതത്തെ ആ നാമങ്ങൾ സ്വാധീനിക്കുന്ന രൂപത്തിൽ, നമ്മുടെ പ്രവർത്തനങ്ങളെ ആ നാമങ്ങൾ സ്വാധീനിക്കുന്ന രൂപത്തിൽ, നമ്മുടെ വിശ്വാസത്തെയും കർമ്മങ്ങളെയും ഒക്കെ സ്വാധീനിക്കുന്ന രൂപത്തിൽ, അതിനെ മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനെ അള്ളാഹുവിന്റെ നാമങ്ങളെ ഇഹ്സാ നടത്താത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങളാണ് സത്യത്തിൽ
മുസ്ലിങ്ങളാണ് ഞങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്കിടയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നത് പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ കഴിയും. അതിലെ ഒരൊറ്റ നാമം മാത്രമാണ് പരിചയപ്പെടുത്താൻ ഈ സമയത്ത് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് അൽ ഹക്കീം എന്നതാണ്. ഒരു പക്ഷെ നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ള ഒരു നാമമായിരിക്കും അള്ളാഹുവിൻ്റെതായ അൽ ഹക്കീം എന്നത്. അള്ളാഹുവിന്റെ നാമങ്ങളെയൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ഓരോ ഗുണങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് എന്നത് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും. അൽ ഖാലിഖ് എന്ന് പറഞ്ഞാൽ അതിലൊരു വിശേഷണമുണ്ട്, അതിലൊരു സിഫത്തുണ്ട്. ഖൽഖ് നടത്താൻ കഴിയുക എന്നതാണ് അതിൽ അടങ്ങിയിരിക്കുന്ന, സൃഷ്ടിപ്പ് എന്നത് നടത്താൻ കഴിയുക എന്നതാണ് അതിൽ അടങ്ങിയിരിക്കുന്ന സിഫത്ത് എന്ന് പറയുന്നത്. അർ റഹീം എന്ന് പറഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന ഒരു സിഫത്തുണ്ട്, അത് അർ റഹ്മത്ത് എന്നതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിനെല്ലാം അള്ളാഹുവിന്റെ വിശേഷണത്തെ ഉൾക്കൊള്ളുന്നതായിട്ട് കാണാൻ നമ്മൾക്ക് കഴിയും. അൽ ഹക്കീം എന്ന പദത്തിലും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിലും ഉൾച്ചേർന്നിരിക്കുന്ന ഒരു വിശേഷണമുണ്ട്, അത് അൽ ഹിക്മത്ത് എന്നതാണ്. അൽ ഹിക്മത്ത് എന്നതിന് മലയാളത്തിൽ നമ്മൾക്ക് ഏറ്റവും പറയാൻ പറ്റിയ ഒരർത്ഥം എന്ന് പറയുന്നത് യുക്തി എന്നതാണ്. യുക്തി എന്നതാണ്. പരിശുദ്ധ ഖുർആനിന്റെ പദപ്രയോഗങ്ങളെ പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ ആ പദപ്രയോഗങ്ങളിലെ ആശയത്തെ പൂർണ്ണമായിട്ട് മലയാളത്തിന്റെ ഒരു പദത്തിൽ ഉൾക്കൊള്ളിക്കുക എന്നത് പല പദപ്രയോഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധിക്കാത്ത ഒന്നായിരിക്കും. ഞാന് പരമാവധി ആ അൽ ഹിക്മത്ത് എന്ന വിശേഷണം ഉൾക്കൊള്ളുന്ന ഒരു പദം എന്നുള്ള നിലക്കാണ് യുക്തി എന്നത് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ 91 ഇടങ്ങളിലാണ് അള്ളാഹുവിന്റെ ഈ നാമത്തെ പ്രതിപാദിച്ചിട്ടുള്ളത്. പക്ഷേ ആ പ്രതിപാദിച്ചതൊക്കെയും മറ്റൊരു നാമവുമായിട്ട് അള്ളാഹുവിന്റെ മറ്റേതെങ്കിലും ഒരു നാമവുമായിട്ട് ചേർന്നായിരിക്കും എന്നതും നമ്മൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. അൽ അലീമുൽ ഹക്കീം, അൽ ഹക്കീമുൽ അലീം, അൽ ഹക്കീമുൽ അൽ ഖബീർ എന്ന് തുടങ്ങി അൽ ഖബീർ, അൽ അലീം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗഫൂർ തുടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ മറ്റ് നാമങ്ങളോട് ചേർത്താണ് പലപ്പോഴും ഈ നാമവും ഉപയോഗിച്ചിട്ടുള്ളത് എന്നത് പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയും. ആ ചേർത്ത് പറഞ്ഞത് എന്തുകൊണ്ട് എന്നതുകൂടെ പരിശോധിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ആ നാമം അവിടെ ഉപയോഗിക്കാനുള്ള കാരണം എന്ത് എന്നത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ നമ്മൾക്ക് കഴിയുക. ഞാൻ പറഞ്ഞല്ലോ, അൽ ഹക്കീം എന്ന അള്ളാഹുവിന്റെ വിശേഷണത്തിൽ അടങ്ങിയിരിക്കുന്ന, അള്ളാഹുവിന്റെ നാമത്തിൽ അടങ്ങിയിരിക്കുന്ന വിശേഷണം എന്ന് പറയുന്നത് അൽ ഹിക്മത്ത് എന്നതാണ്, യുക്തി എന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒന്നാണ്. അള്ളാഹുവിന്റെ ഹിക്മത്തിനെ കുറിച്ചുള്ള ബോധ്യം എന്ന് പറയുന്നത് അതെന്തിലൊക്കെ ഉണ്ടാവും? എല്ലാത്തിലും ഉണ്ടാകും. അള്ളാഹു നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഹിക്മത്ത് ഉണ്ടാകും. അള്ളാഹു നമ്മളോട് അരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഹിക്മത്ത് ഉണ്ടാകും. അള്ളാഹു പടച്ചിട്ടുള്ള, സംവിധാനിച്ചിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഹിക്മത്ത് ഉണ്ടാകും. മനുഷ്യനെ പടച്ചു, അതിന് പിന്നിലൊരു ഹിക്മത്ത് ഉണ്ട്. ജിന്നിനെ പടച്ചു, അതിന് പിന്നിലൊരു ഹിക്മത്ത് ഉണ്ട്. സ്വർഗം സൃഷ്ടിച്ചു, അതിന് പിന്നിലൊരു ഹിക്മത്ത് ഉണ്ട്. നരകം സൃഷ്ടിച്ചു, അതിന് പിന്നിലൊരു ഹിക്മത്ത് ഉണ്ട്. മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു, അതിന് പിന്നിലൊരു ഹിക്മത്ത് ഉണ്ട്. അങ്ങനെ പടച്ചതമ്പുരാൻ നടപ്പിലാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാം പിന്നിൽ ഹിക്മത്ത് ഉണ്ടാകും. പടച്ചവൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു, അതിലും ഉണ്ടാകും ഒരു ഹിക്മത്ത്. അതിലെല്ലാം അള്ളാഹുവിന്റെ എല്ലാ നടപടിക്രമങ്ങളിലും
ഒരു ഹിക്മത്ത് ഉണ്ടാകും. കാരണം അള്ളാഹു അൽ ഹക്കീമാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ സംതൃപ്തിയോടുകൂടെ സ്വീകരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുന്നത്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സംതൃപ്തിയോടുകൂടെ സ്വീകരിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്നത്. അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളിലെല്ലാം, അതിനു പിന്നിലെല്ലാം കൃത്യമായ ഒരു യുക്തിയുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു മനുഷ്യന്. അത് തിരിച്ചറിയാതെ വരുമ്പോ എന്താ ഉണ്ടാകുമെന്നറിയോ? പടച്ചോൻ എന്തിനപ്പ അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിന്റെ നിയമങ്ങളെ സംതൃപ്തിയോടുകൂടെ സ്വീകരിക്കാൻ കഴിയില്ല. പടച്ചവൻ എന്തുകൊണ്ടാ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കിയിട്ടുള്ളത്? അതിന് പിന്നിൽ ഒരു യുക്തിയുണ്ട് എന്നത് അള്ളാഹു അൽ ഹക്കീമാണ് എന്ന് തിരിച്ചറിയാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തന്റെ ജീവിതത്തിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളെ സംതൃപ്തിയോടുകൂടെ അവര് സ്വീകരിക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നിടത്ത് ഇങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കും. കുതിബ അലൈക്കുമുൽ ഖിതാൽ, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കിയിരിക്കുന്നു. വഹുവ കുർഹുൽ ലക്കും, അത് നിങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല. ഹുബ് എന്ന പദത്തിന്റെ വിപരീതമാണ് കുർഹ് എന്ന് പറയുന്നത്. അപ്പൊ യുദ്ധം ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങളത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ല നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പോവാന്നുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളിലും എന്തുണ്ടാകും? നന്മ ഉണ്ടാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എന്നോട് ഇന്നതൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ എന്നാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഇങ്ങനെ നടക്കാൻ പറഞ്ഞാൽ, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ എന്നതൊക്കെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാകും? ഷർറുണ്ടാകും. അതെന്തുകൊണ്ടാ നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാതിരിക്കുന്നതും എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അറിവിന് എന്തുണ്ട് എന്നതുകൊണ്ടാ, പരിമിതിയുണ്ട് എന്നതുകൊണ്ടാ, നിങ്ങളുടെ ഇൽമിന്, നിങ്ങളുടെ ജ്ഞാനത്തിന് പരിമിതിയുണ്ട് എന്നതുകൊണ്ടാ, അള്ളാഹുവിന്റെ ജ്ഞാനത്തിന് പരിമിതിയില്ല എന്നതും കൊണ്ടാണ്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അൽ അലീമാണ് അള്ളാഹു എന്നതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പലതിനെയും, ഖൈറായ പലതിനെയും ഇഷ്ടപ്പെടാതിരിക്കുന്നതും ഷർറായ പലതിനെയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഒരു യാത്ര നടത്തുന്ന സന്ദർഭം പരിശുദ്ധ ഖുർആൻ സൂറത്തു അൽ കഹ്ഫിൽ വിശദീകരിക്കുന്നുണ്ട്. ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആവശ്യപ്പെട്ടുകൊണ്ട് മഅരിഫത്തിന് വേണ്ടി, മഅരിഫത്ത് അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടതാണ്, ജ്ഞാനം അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെട്ടതാണ് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ. പക്ഷെ പിന്നീട് അങ്ങോട്ട് യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. നിനക്ക് എന്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമ എന്നെ നിങ്ങൾക്ക് ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ കാണാം, ക്ഷമിക്കുന്നവനായിട്ട് എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടാണ് യാത്ര തുടങ്ങുന്നത്. പക്ഷേ യാത്ര തുടങ്ങിയിട്ട് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ക്ഷമിച്ചു നിൽക്കാൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ കാണുന്നത്. കപ്പൽ ഓട്ടയാക്കിയപ്പം യാത്രാമധ്യേ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പൽ ഓട്ടയാക്കിയപ്പോ ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തിനാ പണിയെടുക്കുന്നത്? ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്റെ കൂടെ ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന്. പിന്നീട് അങ്ങോട്ട് പോയപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിഷ്കളങ്കനായ കുട്ടി, അതിനെ പിടിച്ച് കൊന്നു കളഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ സ്വാഭാവികമായും പ്രതികരിച്ചു. ഒരു വലിയ പ്രായമായ മനുഷ്യനൊക്കെ ആണെങ്കിൽ എന്തോ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ എന്നൊരു ന്യായമെങ്കിലും വിചാരിക്കാമായിരുന്നു. ഇതങ്ങനെയും വിചാരിക്കാൻ കഴിയില്ലല്ലോ. അഖതൽത നഫ്സൻ സകിയ്യതൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ചോദ്യം ചെയ്യുന്നത്.
ഒരു കളങ്കവും ഇല്ലാത്ത പരിശുദ്ധമായ ഒരു നഫ്സിനെ നിങ്ങൾ ഒരു പ്രതിക്രിയ എന്ന നിലയ്ക്ക് അല്ലാതെ കൊന്നു കളഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അവിടുന്ന് വീണ്ടും ആ കരാറിനെ, നമ്മൾക്കിടയിലുള്ള കരാറിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ യാത്ര തുടരുകയാണ്. അങ്ങനെ അവരെത്തിപ്പെട്ട ഇടത്ത് അവർക്ക് ഭക്ഷണം ആവശ്യപ്പെട്ടിട്ടും തങ്ങളെ സ്വീകരിക്കാൻ, തങ്ങൾക്ക് ആതിഥ്യം നൽകാൻ വിസമ്മതിച്ച ആ നാട്ടിലെ ഒരു മതില് പൊളിഞ്ഞു വീഴാറായത് കണ്ടപ്പം ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ അത് നേരെയാക്കി കൊടുക്കുക. അവിടെയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇടപെട്ടു. ഇന്ന് നാട്ടുകാർക്ക് നിങ്ങൾ ഇത് ചെയ്തു കൊടുക്കേണ്ടിയില്ലായിരുന്നു, അതും ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ അല്ലെങ്കിൽ വാങ്ങാതെ ചെയ്തു കൊടുക്കേണ്ടിയില്ലായിരുന്നു എന്നതായിരുന്നു മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രതികരണം. ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമ പിന്നെ കാത്തുനിന്നിട്ടില്ല, 3 അവസരം കൊടുത്തല്ല. ഹാദാ ഫിറാഖു ബൈനി വ ബൈനി, നമുക്കിവിടെ പിരിയാം, എനക്ക് എന്റെ കൂടെ എന്ത് ചെയ്യാൻ കഴിയില്ല, ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ നീ അങ്ങ് പിരിഞ്ഞു പോയാൽ തെറ്റിദ്ധാരണയോടുകൂടെ പോവുള്ളൂ. എന്തൊക്കെയോ വേണ്ടാത്തരങ്ങൾ ഞാൻ ചെയ്തു വെച്ചു എന്ന നിലയ്ക്ക് നീ എന്ത് ചെയ്യുള്ളൂ, പോവുള്ളൂ. കാലാകാലം അങ്ങനെ തന്നെ കിടക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് മനുഷ്യന്റെ വിശ്വാസങ്ങൾ ഉണ്ടാവുന്നത്. പലതും നിജസ്ഥിതി അറിയുന്നില്ല എന്നതാണ്, യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നില്ല എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമ പിരിച്ചുവിടുന്ന സമയത്ത് ആ 3 സംഭവങ്ങളുടെയും കാരണത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾക്കറിയാവുന്നതാണ് എന്തിനായിരുന്നു കപ്പലോട്ടയാക്കിയത് എന്നത്. അതല്പം കൂടെ ഭാരം, വെള്ളം അതിൽ കയറിയിട്ട് അങ്ങ് താഴ്ന്നു പോകാൻ, നോക്കിയാൽ കാണാത്ത രൂപത്തിൽ താഴ്ന്നു നിൽക്കാൻ വേണ്ടിയായിരുന്നു അതൊന്നോട്ടയാക്കിയത്. ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞതിനെ കുറിച്ച് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമ വിശദീകരിച്ചു കൊടുക്കുന്നത് ഖുർആൻ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾ മുഅ്മിനുകളായിരുന്നു, വിശ്വാസികളായിരുന്നു. പക്ഷേ അവരെ തുഗ്യാനിനും കുഫ്റിനും, അക്രമത്തിനും നിഷേധത്തിനും ആ കുഞ്ഞ് പ്രേരിപ്പിക്കുമെന്ന് കണ്ടപ്പോഴാണ് അതിനെ ഞാൻ കൊന്നുകളഞ്ഞത് എന്നതായിരുന്നു വിശദീകരണം. ആ മതിലിനെ കുറിച്ചും പറഞ്ഞു. അതിനടിയിൽ അനാഥകളായ കുട്ടികൾക്കുള്ള സ്വത്തുണ്ട്. അവരുടെ ഉപ്പ ഒരു സ്വാലിഹായ, വകാന അബൂഹുമാ സ്വാലിഹൻ, ആ 2 കുട്ടികളുടെയും ഉപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് പ്രായപൂർത്തിയാകുന്നത് വരെ അത് അവിടെ നിലനിൽക്കാനും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ നിലനിൽക്കാനും അത് അവർക്ക് കിട്ടുവാനും വേണ്ടി ഞാൻ ആഗ്രഹിച്ചു എന്നതാണ് ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 3 അവിടെ കട്ടെ. ആ കുട്ടിന്റെ സംഭവം മാത്രം നിങ്ങൾ എടുത്തൊന്ന് ചിന്തിക്കുക. ആ കുട്ടിന്റെ ഉപ്പയും ഉമ്മയും നമ്മളാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കാൻ? പടച്ചോനെ, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹം നീ അങ്ങ് എടുത്തു കളഞ്ഞല്ലോ എന്നല്ല ചിന്തിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയോ? നിന്റെ ഒരു കുഞ്ഞിനെ നീ അങ്ങ് തിരിച്ചു വിളിച്ചു കളഞ്ഞല്ലോ, ഞാൻ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുഖം ഒരു പരീക്ഷണമായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവസാനിപ്പിക്കാന്നല്ലാതെ അതിനു പിന്നിലും ഒരു ഖൈറുണ്ട് എന്ന് ചിന്തിക്കാൻ നമ്മൾക്ക് കഴിയോ? കഴിയില്ല. എന്താ കഴിയാത്തത് ഭാവിയെ കുറിച്ച് നമ്മൾക്ക് അറിയില്ല എന്നതുകൊണ്ടാ. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കുകയാണ്, പടച്ചോൻ അൽ ഹക്കീമാണ്, അവൻ ഒരു യുക്തിയില്ലാതെ ഒരു കാര്യം ചെയ്യില്ല. എന്നോട് വെറുപ്പുള്ളവനല്ല അവൻ, എനിക്കൊരു പ്രയാസമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവനല്ല അവൻ എന്റെ ജീവിതത്തിൽ ഒരു വിധി നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ഹൈറുണ്ടാകും, അതിന് പിന്നിൽ ഒരു ഹക്മത്ത് ഉണ്ടാകും, അതിന് പിന്നിൽ ഒരു യുക്തി ഉണ്ടാകും എന്ന് ബോധമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് അറിയില്ല. അത് നമ്മളുടെ ജ്ഞാനത്തിന്റെ പരിമിതിയാണ്. ഭാവി അറിയില്ല എന്നതുകൊണ്ടാണ്. പക്ഷേ അല്ലാഹു അൽ ഹക്കീമാണ് എന്ന് ബോധ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് പടച്ചോന്റെ തീരുമാനമാണെങ്കിൽ, എന്റെ എന്തെങ്കിലും കൊള്ളരുതായ കൊണ്ട് സംഭവിച്ചതിനെ കുറിച്ചല്ല, അതിനെ നമ്മൾക്ക് വിലയിരുത്താം. പിന്നീട് അങ്ങനെ വീഴ്ച ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് തിരുത്തലുകൾ നടത്താം. ഇത് പടച്ചോന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന് പിന്നിൽ ഒരു യുക്തി ഉണ്ടാകുമെന്ന് ബോധ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന് അങ്ങനെ ജീവിതത്തിൽ ഒരു അനിഷ്ടകരമായത് സംഭവിച്ചാലും അല്ലാഹു അൽ ഹക്കീമാണ് എന്ന് ബോധ്യമുള്ളവന്
സംതൃപ്തിയോടുകൂടെ ആ വിധിയെ സ്വീകരിക്കാൻ കഴിയുമെന്നതാണ്. നമ്മൾക്കേറെ ഇഷ്ടപ്പെട്ട, നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മകനോ മകളോ പേരക്കുട്ടിയോ ഒക്കെ ആവട്ടെ, അങ്ങനെ നമ്മൾക്ക് വലിയ വാത്സല്യമുള്ള, വലിയ സ്നേഹമുള്ള ഒരു കുഞ്ഞ് തികച്ചും യാദൃശികമായി നമ്മളോട് വിട പറഞ്ഞു പോയി എന്ന് വിചാരിക്കാം. ഒരു അപകടത്തിൽപ്പെട്ടു, മരണപ്പെട്ടു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അത്തരം പ്രയാസങ്ങൾ പടച്ചവൻ നമ്മൾക്ക് ആർക്കും നൽകാതിരിക്കട്ടെ. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം എന്താ പറയാ? മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചിട്ട് പടച്ചവനാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം എന്താ പറയാ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിന് സർവസ്തുതിയും. ഒന്ന് ആലോചിച്ച് നോക്കിയ, ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സന്ദർഭം ഓർത്തെടുക്കാൻ പറ്റുമോ? ഉണ്ടാവും. പലർക്കും പല സന്ദർഭങ്ങളും ഉണ്ടാവും. വളരെ ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയം എപ്പോഴാ നമ്മൾ അങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറയുക? പടച്ചവനെ നിനക്ക് സ്തുതി എന്ന് പറയുക നമ്മളൊരു അനുഗ്രഹം അനുഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു നിഅമത്ത്, ഒരു സുഖം അനുഭവിക്കുമ്പോഴാണ്. ഒരു പ്രയാസത്തിൽ നിന്ന് അത് നൽകുന്ന സുഖം എന്ന് പറയുന്നത് വലുതാണ്. ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ആ ബുദ്ധിമുട്ടിൽ നിന്നൊരു ആശ്വാസം ലഭിക്കുക എന്നത് ഒരു മനുഷ്യന് നൽകുന്ന നിഅമത്ത് എത്രയാണെന്നറിയോ? ആശ്വാസം എന്ന് പറയാം. അത് വളരെ ചെറുതുപോലും, വയറ്റിലെ ഭക്ഷണം പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് അതൊന്ന്, അല്ലെങ്കിൽ വെള്ളം പോലും ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് അതൊന്ന് പുറത്തു പോകുമ്പോൾ കിട്ടുന്ന ആശ്വാസം. എന്തുകൊണ്ടാണ് ഗുഫ്രാനക് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പടച്ചവനെ സ്തുതിക്കാറുള്ളത്? പടച്ചവനെ നിനക്ക് സ്തുതി എന്ന് പറയാറുള്ളത് തുല്യ നിഅമത്താണ്. ഭക്ഷണം കിട്ടാതെ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരും രണ്ടുപേരും ഭക്ഷണം കിട്ടിയ സമയത്ത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് തുല്യ നിഅമത്താണെന്നാണ്. നമ്മള് വിശപ്പ് കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അതിൽ നിന്ന് ആശ്വാസം കിട്ടിയിരിക്കുന്നു നമ്മൾക്ക്. തുല്യ നിഅമത്താണ്. എന്ന് ഓർമ്മപ്പെടുത്തിയത് അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്, അങ്ങനെ ഒരു നിഅമത്ത് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാറുള്ളത്. ഇവിടെ സത്യത്തിൽ നിഅമത്താണോ സംഭവിച്ചിട്ടുള്ളത്? എന്റെ കുട്ടിന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ എന്റെ പേരക്കുട്ടിന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ അതിലെവിടെയാ നിഅമത്തുള്ളത്? അതിന് നമ്മൾ ആരും ഇതുവരെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആത്മാർത്ഥമായിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. അതല്ല സത്യം? അപ്പൊ പിന്നെ ആ സമയത്ത് അത് ആത്മാർത്ഥമായി പറയേണ്ടതല്ലേ? അവിടെ സങ്കടത്തിന്റെ സമയമാണ്, പക്ഷെ അങ്ങനെ ചൊല്ലാൻ പറഞ്ഞതുകൊണ്ട് നമ്മളായിട്ട് ചൊല്ലിയാൽ മതി എന്ന അങ്ങനെയാണോ? അങ്ങനെ ചൊല്ലേണ്ട ഒന്നാണോ അത്? അല്ല, അതും മനസ്സറിഞ്ഞ് ചെയ്യേണ്ടതാ. അവിടെ പടച്ചവനെ മനസ്സറിഞ്ഞ് സ്തുതിക്കേണ്ടതാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അവിടെ പറയുന്നതും യാന്ത്രികമായി പറയേണ്ട ഒന്നല്ല. ആത്മാർത്ഥമായി പടച്ചവനെ സ്തുതിക്കേണ്ടതാ. ആർക്ക് കഴിയും? കഴിയണമെങ്കിൽ അല്ലാഹു അൽ ഹക്കീമാണ് എന്ന ബോധമുള്ളവന് മാത്രമേ കഴിയുള്ളൂ. എന്റെ ജീവിതത്തിൽ പടച്ചവനെടുക്കുന്ന ഒരു തീരുമാനം അത് ഹിക്മത്തോടുകൂടെയുള്ള, യുക്തിയോടുകൂടെയുള്ള, യുക്തിഭദ്രമായിരിക്കും ആ തീരുമാനം എന്ന് ബോധമുള്ള ഒരു മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ പടച്ചവനെ മനസ്സിലാക്കുവാനും ആ മനസ്സിലാക്കലിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രൂപത്തിലാക്കി തീർക്കുവാനുമുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ.